ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു റെയിൻ ഡ്രോപ്സ് യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മളിന്ന് വാഗമണിലാണ്. നമുക്ക് വാഗമണിൻ്റെ ദൃശ്യങ്ങളെ കണ്ട് ആസ്വദിക്കാം. വീഡിയോ ഫുള്ളായിട്ട് കാണുക. പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട്. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വാഗമണിലെ അതിമനോഹരമായ ദൃശ്യങ്ങളാണ്. അപ്പോൾ നമ്മൾ ഏറ്റവും മുകളിലേക്ക് കയറാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ കാണുന്നത് ഈ ഫ്രണ്ടിൽ കാണുന്നത് ഗ്ലാസ് ബ്രിഡ്ജാണ് കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ ഏതായാലും ഇവിടെ വരെ വന്നിട്ട് അതിൽ കയറാതെ പോണേ ശരിയല്ലല്ലോ. അപ്പോൾ നമ്മുടെ അടുത്ത ലക്ഷ്യം അതിൽ കയറുക എന്നുള്ളതാണ്. സത്യം പറഞ്ഞാൽ നമ്മളതിൽ കയറി താഴേക്ക് നോക്കിക്കഴിഞ്ഞപ്പോൾ പേടിച്ചു കേട്ടോ ഗൈസ്. നമ്മൾ വിചാരിക്കുന്ന പോലെയൊന്നുമല്ല. ഇവിടെ നിന്ന് അതിമനോഹരമായ കാഴ്ചകളാണ് നമുക്ക് താഴേക്ക് നോക്കിയാൽ കാണാൻ സാധിക്കുന്നത്. അത് പൊട്ടിയില്ല. അപ്പോൾ ഒരു പ്രകാരത്തിലാണ് അതിൻ്റെ വീഡിയോ ഒക്കെ നമ്മളൊന്ന് എടുത്തത്. മീൻസ് നമ്മൾ അടുത്ത് കയറിയിരിക്കുന്നത് കുറേ ചെടികൾ നട്ടു വെച്ചിട്ടുണ്ട്. അത് പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല, കുറച്ച് ആലോചിക്കണം. നമ്മൾ അടുത്തത് പോകുന്നത് നല്ല ലൈറ്റ് വെച്ച് അതിമനോഹരമായി നിർമ്മിച്ചിട്ടുള്ള ലവ് ചിഹ്നത്തിൻ്റെ അകത്തേക്കാണ് നമ്മൾ കയറാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ലതാണെങ്കിൽ ലൈക്ക് ചെയ്യണേ ഗൈസ്. വാഗമണിൽ നമ്മൾ ഉദ്ദേശിച്ച പോലെ ഒന്നും അല്ല കേട്ടോ ഗൈസ്. നല്ല കോടമഞ്ഞുണ്ട്. തൊട്ടടുത്തൊരു മഴ പെയ്യാൻ സാധ്യത ഉണ്ടായിരുന്നു. അത് കാരണം വീഡിയോ ഒന്നും അത്ര ക്ലിയർ ആയി കാണില്ല. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ കയറിയിരിക്കുന്നത് ഫ്ലവർ ഗാർഡനിലാണ്. അപ്പോൾ വാഗമണിൽ നിങ്ങൾ തീർച്ചയായിട്ടും വരണം. നല്ല നല്ല കാഴ്ചകളും കോടമഞ്ഞിൻ്റെ അനുഭവവും മഞ്ഞ് കാണാത്തവർക്ക് കാണാൻ പറ്റുന്ന ഒരു അവസരം ഇവിടെ ലഭിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും വരണം. അപ്പോൾ നമുക്കിവിടെ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാനായിട്ട് നമുക്കിവിടെ വരെ ഗിറ്റാറൊക്കെ സെറ്റാക്കി തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിവിടെ വരുമ്പോൾ ഉറപ്പായിട്ടും ഒരു ഫോട്ടോയൊക്കെ പോസ്റ്റ് ചെയ്തിട്ട് വേണം പോകാൻ. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ ഇതുപോലത്തെ സംഭവം ആദ്യമായിട്ടാണ് കാണുന്നത്. ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ നിങ്ങൾ ഇതുവരെ വരുമ്പോൾ തീർച്ചയായും ഇവിടെ കയറിയിട്ട് വേണം പോകാൻ. അപ്പോൾ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന റെയിൻ ഡ്രോപ്സ് യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ ചാനലിനെ കുറിച്ച് കൂടുതലായി അറിയാൻ ആഗ്രഹമുള്ളവർ ഈ താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് റെയിൻ ഡ്രോപ്സ് യൂട്യൂബ് ചാനൽ. അപ്പോൾ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പലവിധങ്ങളായ ചെടികളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. എൻട്രൻസിൽ നമുക്ക് സൂര്യകാന്തിയും മറ്റു ചെടികളൊക്കെ ഇവിടെ കാണാം. ഇതാണ് ടോട്ടലായിട്ടൊരു എൻട്രൻസിൻ്റെ ദൃശ്യം. അപ്പോൾ നമുക്ക് ഇരുട്ടായി തുടങ്ങി. ഇപ്പോൾ തന്നെ ആളുകളൊക്കെ എത്തിയവരുണ്ട്. മഴ ഇപ്പോൾ തന്നെ ചാടാൻ തുടങ്ങുകയാണ്. പെട്ടെന്നാണ് ഇരുണ്ട് കയറി മൂടൽ മഞ്ഞൊക്കെ മൂടിയത്. 2-3 ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞ് നമ്മൾ വീണ്ടും ചെടിത്തോട്ടം കാണാനായിട്ട് ഇറങ്ങുകയാണ്. നമ്മുടെ സ്ഥലം അടിപൊളിയാണ്. ഇവിടെ മഞ്ഞ് മൂടി കിടക്കുന്നതുകൊണ്ട് നമുക്കൊന്നും അത്ര വ്യക്തമായി കാണത്തില്ല. പിന്നെ നമുക്കിനി പോകാനുള്ള ഒരു പാലത്തിൻ്റെ അടുത്തേക്കാണ്. നമുക്ക് പാലം ഒന്ന് കണ്ടിട്ട് വരാം അതിൻ്റെ ദൃശ്യങ്ങളിലേക്ക്. ഭയങ്കര വലിയൊരു പാലമാണല്ലേ. അതെ അതെ.
അപ്പോൾ നമുക്ക് അതിൻ്റെ മുകളിൽ കണ്ട് ആൾക്കാരൊക്കെ നിൽക്കുന്നുണ്ട് അവിടെ. നമുക്കപ്പോൾ ഒന്ന് കയറി നോക്കിയിട്ട് വരാം. 3 എണ്ണം അടുപ്പിച്ചടുപ്പിച്ചുള്ള പാലമാണ്. അപ്പോൾ നമുക്ക് മുകളിൽ കയറി ഇറങ്ങി ഒന്ന് താഴത്തേക്ക് ഇറങ്ങി വരാം. അപ്പോൾ മഞ്ഞ് മൂടിയ വാഗമണിൻ്റെ പുറകിലുള്ള ദൃശ്യങ്ങളാണ് കണ്ടിരിക്കുന്നത്. കുന്നുകളും മലകളും നിറഞ്ഞപ്പോൾ നമ്മൾ പാലത്തിൻ്റെ മുകളിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ താഴത്തേക്കുള്ള ദൃശ്യങ്ങൾ നമുക്ക് കാണാം. സൈഡിൽ മൊത്തം കോടമഞ്ഞ് കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ പുറകിൽ ആൾക്കാരൊക്കെ ഫോട്ടോഷൂട്ടിന് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഭയങ്കര മഞ്ഞാണ്. അപ്പോൾ നമ്മൾ അടുത്ത പാലത്തിലേക്ക് പോകും. അപ്പോൾ എല്ലാവർക്കും വാഗമണിൻ്റെ യാത്ര ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഗ്ലാസ് ബ്രിഡ്ജും ഫ്ലവർ ഷോ ഒക്കെ ആയിട്ട് നമ്മളിങ്ങനെ ഇറങ്ങി നടക്കുമായിരുന്നു. അപ്പോൾ വൈൻഡപ്പ് ചെയ്യാൻ സമയമായിട്ടുണ്ട്. മഞ്ഞും മഴയൊക്കെ തുടങ്ങാനായിട്ട് നമുക്കിപ്പോൾ മഴ നനഞ്ഞോണ്ടിരിക്കുകയാണ് നമ്മൾ. അപ്പോൾ അതൊന്ന് പോയേക്കാം. ഇനി അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന റെയ്ഡ് റോക്ക് യൂട്യൂബ് ചാനലാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താഴെയുള്ള ലിങ്കിൽ